ഇനി നമുക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബാബ പാർട്ട് 2 റോസ്റ്റ്. തലീവരുമായിട്ടുള്ള പ്രശ്നം ഇപ്പോ രാമസ്വാമി കോംപ്രമൈസ് ആക്കിയെങ്കിലും പുള്ളി ശരിക്കും രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം കാണിക്കും. തലൈവരില്ലാത്ത സമയത്ത് തലൈവരുടെ ലോഡ്ജ് ബുൾഡോസർ വെച്ച് കയറ്റി നാശിപ്പിക്കും. ഇതറിഞ്ഞ നമ്മുടെ തലൈവര് തലക്കെട്ടും കെട്ടി 10 സെക്കൻഡിനുള്ളിൽ ഇപ്പൊ രാമച്ചനെ ഇപ്പൊ തന്നെ തീർക്കുമെന്ന് പറഞ്ഞിട്ട് പോകും. ഇതൊക്കെ സിനിമയിലാട്ടോ. പക്ഷെ തലൈവര് ശരിക്കും ബുൾഡോസർ ഇവിടുന്ന യോഗി ആദിത്യനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാലി വഴി നമസ്കരിക്കും. எத்தனை வாட்டி சொல்லிருக்க காலை விழக்கூடாதுன்னு. எனக்கு காலை விடவும் பிடிக்காது, காலை வாரவனையும் பிடிக்காது. உன் தலைவனை നീ എവിടെയെങ്കിലും ഉറച്ചു. തലൈവര് തലക്കെട്ടും കെട്ടി പോവാൻ നേരത്ത് തലൈവരുടെ അമ്മ പറയും അകത്തേക്ക് കയറി പോടാ, നീ ഒരു ആണിയും പറിക്കേണ്ടെന്ന്. ഇത് കേട്ട ഉടനെ നമ്മുടെ തലൈവര് തലക്കെട്ട് ഒഴിച്ച് നൈസായിട്ട് വീട്ടിൽ ചെന്നിരിക്കും. കാരണം ഉള്ള സ്വത്ത് പോയി. ഇനി തള്ളയുടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ടുണ്ട് തലൈവർക്ക് ജീവിക്കാൻ. ഇത്രയും നാള് തലൈവര് ലോഡ്ജിന്റെ വാടക വെച്ചാണ് ജീവിച്ചോണ്ടിരുന്നത്. അതിന് വെച്ചാണ് കൂളിംഗ് ഗ്ലാസും കണ്ണടയും ജീൻസും പാന്റും ഒക്കെ മേടിച്ചോണ്ടിരുന്നത്. ഈ വരുമാനം നഷ്ടപ്പെട്ടതോടെ നമ്മുടെ തലൈവര് കൂലിപ്പണിക്ക് ഇറക്കുകയാണ് സുഹൃത്തുക്കളെ, കൂലിപ്പണിക്ക്. തലൈവര് കൂലിപ്പണി എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരുത്തൻ ടാറ്റ സുമോയിൽ വരും. എന്നിട്ട് തലൈവരത്ത് പറയും, തലൈവരെ നിങ്ങളാണ് എനിക്ക് 20 ബാർ എടുത്തുന്നത്, വന്ന് ക്യാഷ്യറായിട്ട് ഏതെങ്കിലും ബാറിൽ ഇരുന്നു, വേണമെങ്കിൽ ബാർ ഫുള്ള് തലൈവര് എടുത്തോന്ന് പറയും. അത് കഴിയുമ്പോഴത്തേക്ക് വേർത്ത് വരും. എന്നിട്ട് പറയും അവന്റെ ട്രാവൽസിൽ 30 വണ്ടികളോടുണ്ട്, അതിൻ്റെ അകത്ത് 25 ബാബ പൊട്ട പിച്ചേന്ന് പറയും. ബിൽഡപ്പ് കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയിലടെ. അയാളെ വാടക പൈസ വെച്ച് ജീവിക്കണ ആള് ഇവൻ 25 ബാറും മറ്റവന് 30 വണ്ടിയൊക്കെ എടുത്തു കൊടുക്കണമെന്ന്. എന്തൊരു കഷ്ടമോ എന്തോ. തലൈവര് കൂലിപ്പണിക്ക് ഇറങ്ങിയ കാര്യം നമ്മുടെ മനുഷ്യ ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യ ചേച്ചി അപ്പൊ തന്നെ കട്ടയും സിമന്റും എടുക്കും. എന്നിട്ട് നല്ലൊരു തേപ്പങ്ങട് തേക്കും. മനുഷ്യ ചേച്ചിനെ പെണ്ണ് കാണാൻ വന്നറിഞ്ഞ നമ്മുടെ തലൈവര് നേരെ മനുഷ്യ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് മനുഷ്യ എടുത്ത് നോക്കി എന്താടി എന്നെ തേച്ചെന്ന്. മനുഷ്യ ചേച്ചി തലൈവരുടെ അടുത്ത് പറയും, എന്റെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാവുന്നതിൽ എനിക്ക് വിഷമമില്ല, പക്ഷെ എന്റെ മക്കളുടെ അച്ഛൻ കൂലിപ്പണിക്കാരനാവുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്ന്. അപ്പൊ തലൈവര് പറയും എന്നാ പിന്നെ ജോലി അങ്ങോട്ട് മാറിയാലോ നോക്കും. അപ്പൊ മനുഷ്യ ചേച്ചി പറയും ഇയാള് പഠിച്ച 4ാം ക്ലാസ്സും റെസ്ലിങ്ങിനും വേറെ കളക്ടർ ഉദ്യോഗമൊന്നും കിട്ടൂലല്ലോ എന്ന്. മനുഷ്യ ചേച്ചിയുടെ ഈ ആട്ട് കേട്ടോടെ നമ്മുടെ തലൈവര് കുറച്ചു നേരം നിന്ന് ആലോചിക്കും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവക്ക് ചെലവിന് കൊടുക്കണം, കുട്ടികളുണ്ടെ അതിന് ചെലവിന് കൊടുക്കണം, അതിനെ സ്കൂളിന് വിടണം, പഠിപ്പിക്കാൻ വിടണം, അത് കെട്ടിച്ച് വിടണം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ വേണ്ടി കടമെടുത്ത് ക്രെഡിറ്റ് കാർഡ് എടുത്ത് മുടിയണേനെയും കാട്ടി നല്ലത് സിഗ്മ മെയിലായിട്ട് തുടരണയാണെന്ന് തലൈവർ തീരുമാനിക്കും. എന്നിട്ട് തലൈവര് മനുഷ്യ ചേച്ചി എടുത്ത് പറയും, നീ എന്നെ തേച്ചതായിട്ട് എന്നിരിക്കട്ടെ, കഥം കഥം മുടിഞ്ചത് മുടിഞ്ഞു പോച്ചെന്ന് പറയും. கதம் கதம் முடிந்தது முடிஞ்சு போச்சு. തലൈവര് തേപ്പിട്ട് സാഡായി നിൽക്കുന്ന സമയത്ത് ഒരു പിച്ചക്കാര സ്വാമി നമ്മുടെ തലൈവരെ ഹിമാലയം വരെ ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഗുഹയിൽ കൂടെ ഹിമാലയത്തിലേക്ക് എത്തി. അവിടെ വെച്ച് തലൈവര് ബാബാജിയെ കാണുന്നു. ബാബാജി 7 വരം തലൈവർക്ക് കൊടുക്കുന്നു. തലൈവർ അത് മിസ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ബാക്കി കഥ. ഇത് കഴിഞ്ഞിട്ട് കുറച്ചു നേരത്തേക്ക് പടം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഈ വരം ഉപയോഗിക്കുന്ന സീനൊക്കെ പീക്ക് ലെവലാണ് പടം. അതിൻ്റെ തന്നെ ഒരു ചൈനക്കാരിക്ക് ഒരു വരം കൊടുക്കുന്ന ഒരു സീനുണ്ട്. ഇവളുടെ ഭർത്താവ് ഇവിടുത്തെ ഭക്ഷണമൊക്കെ വാരി വലിച്ച് നിന്നിട്ട് ആശുപത്രി കിടക്കാരി. അപ്പൊ ഇവളുടെ ജാതകദോഷം കാരണമാണ് ഭർത്താവിന് ഈ നില വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നാട്ടുകാർ പറയും. പക്ഷെ തലൈവര് അപ്പൊ തന്നെ വരം ഉപയോഗിച്ചിട്ട് ഈ പുള്ളിയെ രക്ഷിക്കും. ആ സീൻ തീ ലെവൽ സീനാണ്. ഈ വരം ഉപയോഗിച്ചിട്ട് പുള്ളി നടന്നു പോകുമ്പോ ഒരു BGM ഇടുക ചെയ്യാറാറ്. ഓഹ് തീ, ഒരു രക്ഷയില്ല. തലൈവർക്ക് ഇങ്ങനെ ഒരു വരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു CM എന്ന് പറഞ്ഞൊരു കണയം വരും. അവിടെ തൊട്ട് പടം വീണ്ടും നല്ല മലങ്കൾട്ട് സാധനവും. ഈ കണയൻ CM തലൈവര് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിട്ട് തലൈവരുടെ കയ്യിലുള്ള ഒരു വര ഇവന് കൊടുക്കണമെന്ന് പറയും. വേറൊന്നുമല്ല, ഇനിയുള്ള 30 വർഷത്തേക്ക് ഈ നാറിക്ക് CM ആവണമെന്ന്. തലൈവര് പറയും, ഉണ്ടായിരുന്ന ഒരു വര ഞാൻ അമ്മയ്ക്ക് കൊടുത്തുപോയി, അമ്മയ്ക്ക് കൊടുത്ത വര ഞാൻ തിരിച്ചു വാങ്ങൂല, അതുകൊണ്ട് ഗതം ഗതം മുടിഞ്ഞത് മുടിഞ്ഞു പോച്ചെന്ന് പറയും. എന്നാലും ഈ കണയൻ CM നമ്മുടെ തലൈവരെ വിടൂല. തലൈവർക്ക് എന്ത് വേണമെങ്കിലും തരാം, ആ മന്ത്രം കൊടുക്കാൻ പറയും. എടാ കണയ, അയാളുടെ മന്ത്രം ഉള്ളല്ലേ, അയാൾക്ക് എന്താ ആവശ്യമുള്ളത് അയാൾ ആ മന്ത്രം ഉപയോഗിച്ച് എടുക്കൂലേ. ഇവൻ പൊട്ടറാണ്. അവന്റെ ഒരു മൊട്ട തലയും കണ്ണാടയും വെപ്പ് മീശയും ആ തലയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങലട്ട ഗ്ലെയർ അടിക്കും. ഈ മന്ത്രം എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി നമ്മുടെ അമരീഷ് പുരിനെ ഈ കണയൻ CM വിളിച്ചു വരുത്തും. അമരീഷ് പുരി പറയും, നമ്മുടെ തലൈവരുടെ തലയുടെ മുടിയും കാലടി മണ്ണും പിന്നെ തലൈവരുടെ നട്ടലും ഉണ്ടെങ്കിൽ നമുക്ക് മന്ത്രം റിക്കവർ ചെയ്തെടുക്കാന്ന് പറയും. സാധാരണ എല്ലാവർക്കും തലച്ചോറിലാണ് ഓർമ്മശക്തി ഉള്ളത്, പക്ഷെ നമ്മുടെ തലൈവർക്ക് അങ്ങനെ തലൈവരുടെ നട്ടലിലാണ് ഓർമ്മശക്തി എന്ന്. പിന്നെ തലയിലെ മുടി എടുക്കുന്ന കാര്യം, അത് വിഗ്ഗടാ വിഗ്. ഈ അമരീഷ് പുരി ഏതോ ഡ്യൂപ്ലിക്കേറ്റ് സ്വാമിയാരാന്നാ തോന്നുന്നത് കേട്ടാ. കാരണം തലൈവരുടെ മുടി വിഗ്ഗാണെന്ന് പോലും ഇയാക്കാറിനൂടെ. അങ്ങനെ നമ്മുടെ കണയ CM തലൈവരെ കൊല്ലാനായിട്ട് ഒരു ഷാർപ്പ് ഷൂട്ടറിനെ ഇറക്കും. സാധാരണ ഷാർപ്പ് ഷൂട്ടറിനെ ഇറക്കിയാൽ എന്താ സംഭവിക്കുക, ഉമ്മാര് ഷാർപ്പ് ഷൂട്ടർ എന്ന് പറയുകയും ചെയ്യും, വെടിയൊക്കെ കണ്ട മാനത്തും പറമ്പിലൊക്കെ കൊള്ളും.
അതന്നെ ഇവിടെയും സംഭവിക്കും. ഏതെങ്കിലും ഒരു സിനിമയിലെങ്കിലും ഈ ഷാർപ്പ് ഷൂട്ടർ എന്ന് പറഞ്ഞ് വരണവൻ ഒരു വെടിയെങ്കിലും വെച്ചാൽ മതിയായിരുന്നു കറക്റ്റ് ആയിട്ട്. ഈ വെടിവെപ്പിൽ നിന്ന് തലവർ രക്ഷപ്പെടുന്നത് ഒറ്റൊരു കോമഡി സീനാട്ടാ. ഈ വെടി കൊള്ളുന്നത് തലവരുടെ കഴുത്തി തൂങ്ങിക്കിടക്കുന്ന ചെറിയ ഒരു ലോക്കറ്റിലാണ്. ആ ചെറിയ ലോക്കറ്റിൽ തട്ടി ഉണ്ട തെറിച്ചു പോണ്. ഈ റോസ്റ്റിന്റെ ഫസ്റ്റ് പാട്ടിന്റെ അകത്ത് കുറെ അവന്മാര് കമന്റ് ഇട്ടായിരുന്നു, ഗംഭീര മേക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട്. ഇതാണാടാ നിന്റെയൊക്കെ ഗംഭീര മേക്കിംഗ്? തലവര് വെടിവെച്ചവനെയും പിന്തുടർന്ന് ഒരു അലക്കമ്പനിയിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈ അലക്കാൻ നിൽക്കുന്നവന്മാരൊക്കെ തലവരെ തോർത്തുകൊണ്ടടിക്കും. അപ്പൊ തന്നെ തലവര് തലയിലുള്ള കെട്ടഴിച്ചിട്ട് അവിടെയുള്ള ഈ ഇസ്തിരിപ്പെട്ടിയിൽ നേരെ എറിയും ഈ തുണി നേരെ ഇസ്തിരിപ്പെട്ടിയുടെ അവിടെ ചെന്നിട്ട് കെട്ടും കെട്ടി തലവരുടെ അടുത്തേക്ക് പോകും. തലവർ എന്നിട്ട് ഇസ്തിരിപ്പെട്ടി വെച്ചിട്ട് അവിടെയുള്ള അലക്കാരെ മൊത്തം അലക്കും. എന്നിട്ട് തലവരത്തിനെ പിടിക്കും. ആരുടെ നിന്നെ അയച്ചെന്ന് ചോദിക്കും. അപ്പൊ CM ആണെന്ന് പറയും. തലവരപ്പം തന്നെ ഒരു കാളവണ്ടിയും ഒരു പാക്കറ്റ് ബോംബും കുറച്ച് പഞ്ഞികളുമായിട്ട് CMന്റെ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് തലവര് ബോംബ് പൊട്ടിക്കും. അവിടെ മൊത്തം പഞ്ഞി. ഈ പഞ്ഞിയുടെ ഇടയിൽ കൂടെ തലവര് പറക്കും. പഞ്ഞി ഏതാ തലവരേതാന്ന് അറിഞ്ഞൂടാത്ത പറക്കല്. അതിന്റെ ഇടയ്ക്ക് ഈ CMന്റെ ഗാർഡ്സ് തലവര് വെടിവെക്കും കേട്ടോ. ഇതും അതണക്ക് തന്നെ മൊത്തം മാനത്തേക്കാ പോണത്. തലവരുടെ പുറത്തൊരു സ്ക്രാച്ച് പോലും ഇല്ല. തലവരെങ്ങനെ അതിവിദഗ്ധമായിട്ട് CMന്റെ കൂടെ കാറിൽ അങ്ങോട്ട് കയറും. എന്നിട്ട് കാറൊക്കെ ലോക്കിടും. അപ്പൊ CM പറയും കുഴപ്പമൊന്നുമില്ല, പട്ടാളക്കാരോട് റിലാക്സ് ചെയ്യാൻ പറയും CM. എന്നിട്ട് തലവരുടെ സ്ഥിരം കലാപരിപാടി തന്നെ സീറ്റിലേക്ക് കത്തെറിയും. 10 എണ്ണുന്നതിനുള്ളിൽ ഇയാൾ എടുത്തു കഴിഞ്ഞാൽ സൺഡേ, തലവർ എടുത്തു കഴിഞ്ഞാൽ സമാധാനം എന്ന് പറയും. പക്ഷെ നമ്മുടെ കണയും കത്തിയെടുക്കും. കത്തി എടുത്തിട്ട് പറയും, എന്റെ ബാക്കിൽ ഇത് പ്രസ് വരണ്ട്, നിന്നെ ഞാൻ തീവ്രവാദി പറഞ്ഞിട്ട് ഉമാരത്തെ ഒറ്റ കൊടുക്കൂടാ, നീ എന്ത് ചെയ്യൂടാ. എന്നിട്ട് കണയും പ്രസ്സുകാരത്തൊക്കെ പറയും, ഇവനെ കൊല്ലാൻ വന്നാണ്, എല്ലാവരും വീഡിയോ എടുത്ത് ഇവനെ ഷൂട്ട് ചെയ്ത് വെച്ചോ, ഇവനെ നമുക്ക് ജയിലിലിടോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് തലവര് പറയും, നീ എന്നെ വെട്ടിപ്പിക്കാൻ പറഞ്ഞു വിട്ടവന്റെ എന്റെ കസ്റ്റഡിയിലുണ്ട്, അവനെ ഞാൻ ഉടനെ റിലീസാക്കി പ്രസ് മീറ്റ് കൊടുക്കുന്നതിന് മുന്നേ കത്തിയെടുത്ത് അകത്ത് വെച്ചോളം പറയും. ഈ മൊണ്ണ ഇത് കേട്ട ഉടനെ പ്രസാരത്ത് പറയും, ഇതൊരു മോക്ഡ്രില്ലായിരുന്നു, ഞങ്ങൾ അഭിനയിച്ചായിരുന്നു, ഇത് ആക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് കത്തി ഇരുന്ന സ്ഥലത്ത് തന്നെ വെക്കും. എന്നിട്ട് ഇവന്റെ അടുത്ത് വീണ്ടും തലവലി കഥം എന്ന് പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ മാസമായിട്ട് നടന്നു പോകും. ഈ CMനെ ഒതുക്കാൻ വേണ്ടി നമ്മുടെ തലവർ 7ാമത്തെ മന്ത്രം ഉപയോഗിക്കാൻ തീരുമാനിക്കും. കൂടെ ഉള്ളവരൊക്കെ പറയും തലവരടുത്ത് CM ആവാൻ. പക്ഷെ തലവര് റിയൽ ലൈഫിലെ കണക്ക് തന്നെ തലവർ ഒഴിഞ്ഞു മാറും. തലവർക്ക് പേടിയാണല്ലോ CM ആവാൻ. തലവർ എന്നിട്ട് കന്തൻ എന്നൊരാള് CM ആവാൻ വേണ്ടി മന്ത്രം ഉപയോഗിക്കും. ഇതായിരുന്നു നമ്മുടെ മുട്ടക്കണയൻ നേരെ അമരീഷ് പുരി എടുത്ത് നിന്നിട്ടാവും മന്ത്രം ഉപയോഗിച്ച് ഇതെങ്ങനെയെങ്കിലും റിവേഴ്സ് ചെയ്യണമെന്ന് പറയും. അപ്പൊ തന്നെ അമരീഷ് പുരി പറയും, നമുക്ക് അത് റിവേഴ്സ് ചെയ്യാം, അവന്റെ മുദ്ര മാത്രം കിട്ടിയാൽ മതി, മുദ്ര. തലവരുടെ കൂടെ ഉള്ളൊരുത്തന് കാശ് കൊടുത്തിട്ട് ഇവന്മാർ ആ മുദ്ര മനസ്സിലാക്കും. എന്നിട്ട് ഇവന്മാർ രാത്രി ഇരുന്നിട്ട് ഈ മുദ്ര വെച്ചിട്ട് മന്ത്രവാദം ചെയ്യും. കുറച്ച് സന്യാസിമാര് വന്നിട്ട് തലവരുടെ അമ്മയടുത്ത് പറയും, ഈ വരുന്ന അമാവാസിക്ക് തലവർക്ക് വലിയൊരു ആപത്ത് വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അമ്പലത്തിൽ നിന്നിട്ട് അമ്പലത്തിലെ ദേവീനെ വാഴ്ത്തി പാടണം. അതായത് രാത്രി 9:30 to 10:30. ഈ 9:30 to 10:30 തലവർ തായും നീയേ തന്തയും നീയേ എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടാൻ തുടങ്ങുന്നത്. ഈ പാട്ട് പാടുകയും തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ 9:30 to 10:30 അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പ്രചാരണം നടത്തി കഴിഞ്ഞിട്ട് ഇലക്ഷൻ വന്ന് ആൾക്കാർ പോയി ഇലക്ഷനിൽ വോട്ട് ചെയ്ത് വോട്ടിന്റെ റിസൾട്ട് വന്ന് എന്നിട്ട് ഈ കന്തൻ CM ആയി, മറ്റവന്മാര് തോറ്റ്. ഇതൊക്കെ നടക്കുന്നത് 9:30 to 10:30. ഗംഭീര മേക്കിംഗ് ആട്ടോ അതൊക്കെ, ഗംഭീര മേക്കിംഗ്. 9:30 to 10:30 ഒരു മാസം നടക്കുന്ന പരിപാടികൾ മൊത്തം 9:30 to 10:30 അല്ലെ. ഈ മന്ത്ര റിവേഴ്സിനായിട്ട് മുദ്ര മാത്രം പോരട്ടാ, നമ്മുടെ തലവരുടെ നട്ടല് കൂടെ വേണം. അതെടുക്കാനായിട്ട് നമ്മുടെ കണയൻ ഇപ്പൊ രാമസ്വാമിനെയും കുറച്ച് ഗുണ്ടകളെ വിടും. ഇവന്മാർ അമ്പലത്തിൽ കയറിയിട്ട് തലവരെ ഒന്ന് ചെറുതായിട്ട് കുത്തും. എന്നിട്ട് അവിടുത്തെ മണി വെച്ച് തലവരെ അടിക്കും. എന്നിട്ട് ഇവന്മാർ ജീവനോടെ തലവരെ കൊണ്ടുപോയി ചിതയിലിട്ട് കത്തിക്കും. കത്തിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ആന വന്ന് വെള്ളം ഒഴിച്ച് ഈ തീ കെടുത്തും. അപ്പൊ തന്നെ നമ്മുടെ തലവര് ഈ ചിതയിൽ നിന്ന് നേരെ ചാടി എണീറ്റ് ബാബാമുദ്രയിൽ എണീറ്റ് ഇങ്ങനെ നിൽക്കും. തലവരുടെ പുറത്ത് ഒരു പൊള്ളല് പോലും ഇല്ല. ഇതൊക്കെ ഗംഭീര മേക്കിംഗ് ആണെന്നാണ് ചിലവന്മാര് കമന്റ് ബോക്സിൽ മുന്നേ അവകാശപ്പെട്ടത് കേട്ടോ. എന്നിട്ട് നമ്മുടെ തലവര് ഇപ്പൊ രാമസ്വാമിനെയും മുൻ CMനെയൊക്കെ വഴിയിലിട്ട് പട്ടിയെ തല്ലണ പോലെ തല്ലും. ഈ ഇടി നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ തലവരുടെ അമ്മ പടവും. അങ്ങനെ അമ്മ മരിച്ച വിഷമത്തില് തലവര് ചിതയൊക്കെ കത്തിച്ചിട്ട് അമ്മയില്ലാത്ത ഈ ലോകത്ത് തലവര് ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ സന്യാസിമാരോടൊപ്പം തലവര് പോകും. തലവര് സന്യാസിമാരോടൊപ്പം പോകുന്ന പറഞ്ഞിട്ട് മൊത്ത തമിഴ്നാടും തലവരുടെ പിന്നാടി വന്ന് നിന്നിട്ട് അയ്യോ തലവരെ പോവല്ലേ, അയ്യോ തലവരെ പോയല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ CMഉം റിയാസ് ഖാന്റെ തന്ത ഇപ്പൊ രാമസ്വാമിയും കൂടെ വന്നിട്ട് CMനെ വെടിവെച്ച് കൊല്ലും. ഇത് കണ്ട ഉടനെ നമ്മുടെ തലവർ അപ്പൊ തന്നെ സ്ലോ മോഷനിൽ തിരിച്ച് നടന്നു വരും. എന്നിട്ട് തുടരുമെന്ന് എഴുതി കാണിക്കും. പടം ഇറങ്ങിയിട്ട് 24 വർഷമായി, ഇതുവരെ തുടർന്നിട്ടില്ല, ബാക്കി ഭാഗം ഇറങ്ങിയിട്ടില്ല. അങ്ങനെ പടം തീർന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.